ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ബിസിനസ്സുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. പേര് കിരൺ മജുംദാർ. അവളുടെ പിതാവ് രസേന്ദ്ര മജുംദാർ യുണൈറ്റഡ് ബ്രൂവറീസിലെ പ്രധാന ബ്രൂ മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ബ്രൂ മാസ്റ്റർ ആവുക എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിത ലക്ഷ്യം. അതിനായി ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ ബെല്ലാരത്ത് കോളേജിൽ മൾട്ടിങ്ങും ബ്രൂവിങ്ങും പഠിച്ചു. ക്ലാസ്സിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്ത ഏക വനിത. കിരൺ 1975 മാസ്റ്റർ ബ്രൂവറായി ബിരുദം നേടി. രസേന്ദ്ര മജുംദാറിൻ്റെ ഈ മകൾ അല്പം പിടിവാശിക്കാരിയാണ്. ഒരു വിദേശ മദ്യനിർമ്മാണ കമ്പനിയിലാണ് ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. അവിടെ ബ്രൂ മാസ്റ്റർ, അതായത് വിദേശ മദ്യനിർമ്മാണ വിദഗ്ധൻ ആകാൻ അനുവദിക്കാത്ത പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രതിഷേധിച്ച് ആ ജോലി വലിച്ചെറിഞ്ഞവൾ. നാട്ടിൽ തിരിച്ചെത്തിയ ഇവൾക്ക് എവിടെയും ഒരു ജോലി ലഭിച്ചില്ല. ഒരു സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളതല്ല ബ്രൂ മാസ്റ്റർ പണി എന്നായിരുന്നു തൊഴിൽ ഉടമകളുടെ വാദം. പിന്നീട് ബാംഗ്ലൂരിലെ ഒരു വാടക വീടിൻ്റെ ഗ്യാരേജിൽ 10,000 രൂപയുടെ നിക്ഷേപവുമായി 1978 ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനമാണ്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നേടിയതല്ല ഇതെല്ലാം. ഏറെ പരാജയങ്ങളുണ്ടായി. ഒരു സ്ത്രീ വ്യവസായ സംരംഭവുമായി മുന്നോട്ട് വരുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ചില്ലറയൊന്നുമായിരുന്നില്ല. ഒരു വാടക കെട്ടിടം കിട്ടാനായി അവൾ മുട്ടാത്ത വാതിലുകളില്ല. ഒരു ചെറുപ്പക്കാരിക്ക് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ വെല്ലുവിളികൾ നിരവധിയായിരുന്നു. കേവലം 24 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ പെൺകുട്ടി അതുവരെ പരീക്ഷിച്ചു വിജയിക്കാത്ത ബിസിനസ് മോഡലായി രംഗത്ത് വന്നു. എന്നാൽ ഇതാരെങ്കിലും സ്വീകരിക്കുമോ? ഒട്ടുമിക്ക ഇടങ്ങളിൽ നിന്നും ആട്ടിപ്പായിച്ചു. ചിലർ പരിഹസിച്ചു. എവിടെയും കനത്ത പരാജയം. ഒടുവിൽ പപ്പായയിൽ നിന്നും എൻസൈം വേർതിരിച്ച് എടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ഇതുകൊണ്ടൊന്നും മുന്നോട്ട് പോകാനാവില്ലെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയാൻ തുടങ്ങി. ബാങ്കുകൾ വായ്പ നൽകാൻ മടിക്കുകയും ചെയ്തു. ആർക്കും വേണ്ടാത്ത പപ്പായ കൊണ്ട് ഈ പെണ്ണെന്ത് ചെയ്യാൻ എന്നായിരുന്നു പലരുടെയും മനോഭാവം. എന്തിനേറെ, വൈവിധ്യമുള്ള ഒരൊറ്റ ജീവനക്കാരെ പോലും ആദ്യം ലഭ്യമായില്ല. ഒരു ബയോടെക്നോളജി സംരംഭത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അന്ന് പരിമിതമായിരുന്നു. അതെ, ബയോകോൺ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കിരൺ മജുംദാർ ഷായുടെ കഥയാണിത്. കിരൺ ഇന്ന് ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് ജ്വലിക്കുന്ന താരമാണ്. തോൽവികളെയും പരാജയങ്ങളെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെയാണ് കിരൺ നേരിട്ടത്. ബയോകോണിൻ്റെ പപ്പായ എൻസൈമുകൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കയറ്റി അയക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങളുടെ രീതി ആകെ മാറി. ഇന്ത്യൻ കമ്പനികളിൽ ഈ നേട്ടം കരസ്ഥമാക്കുന്ന പ്രഥമ കമ്പനിയായി ബയോകോൺ ഉയർന്നു. പിന്നീട് ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു. 2004 കിരൺ മജുംദാർ ഷാ കുബേരന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ യുവതിയായി മാറി. ലിസ്റ്റിംഗ് നടത്തിയപ്പോഴും ബയോകോൺ ചരിത്രം തിരുത്തിക്കുറിച്ചു. ഇൻസുലിൻ മുതൽ ആൻറ്റിബോഡി വരെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് നിർമ്മാണ മേഖലയിലെ വമ്പത്തിയായി മാറിയത് ഇവരുടെ സ്വന്തം പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. പ്രമുഖ വ്യവസായ സാങ്കേതിക വിദഗ്ധ, സയൻറ്റിസ്റ്റ് എന്നീ നിലകളിലും പ്രശസ്തയായ കിരണിന് പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചു. ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും സ്വാധീനശക്തിയുള്ള വനിതകളിൽ ഒരാളായി തിരഞ്ഞെടുത്തത് ഇവരെയാണ്. പ്രസിദ്ധമായ ഫോബ്സ് മാസിക 2019 ലോകത്തിലെ ഏറ്റവും കരുത്തരായ 100 വനിതകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. അന്ന് അതിൽ 68ാം സ്ഥാനത്തെത്തിയ വനിത കിരൺ മജുംദാർ ആയിരുന്നു. ക്യാൻസർ മുതൽ പ്രമേഹം വരെയുള്ള രോഗങ്ങളെ ചെലവ് കുറഞ്ഞ ഫലപ്രദമായ മരുന്ന് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ബയോകോൺ സോറിയാസ് എന്ന ഗുരുതരമായ രോഗത്തിന് പുതിയ മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും വ്യത്യസ്തയായ കിരൺ മജുംദാർ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ബയോകോൺ ഫൗണ്ടേഷൻ ആരംഭിച്ചു. ഇത് 2004 തുടക്കമിട്ടത്. നാരായണ ഹെൽത്ത് സിറ്റി കോംപ്ലക്സിൽ 1400 കിടക്കകളുള്ള ക്യാൻസർ കെയർ സെൻറ്റർ കിരൺ സ്ഥാപിച്ചു. മധുര കോഴ്സിലെ MD പദവി വിട്ടെറിഞ്ഞ് ബയോകോണിൽ കിരണിനെ സഹായിക്കാൻ അയർലൻഡുകാരനായ ഭർത്താവ് ജോൺ ഷായും കൂടെയുണ്ട്. ബിസിനസ് രംഗത്ത് നിന്ന് JRD ടാറ്റയെയും നാരായണമൂർത്തിയെയും ദിലീപ് സാങ്വിയെയും ഇഷ്ടപ്പെടുന്ന കിരൺ മഹാത്മാഗാന്ധിയുടെ കടുത്ത ആരാധികയാണ്. മഹാത്മജിയുടെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള അവബോധം അത്ര തീവ്രമായിരുന്നു എന്നാണ് ആരാധനയ്ക്ക് കാരണം. പരാജയങ്ങളിൽ ഭീരുവാകരുതെന്നും പരാജയങ്ങളിലൂടെ ലഭിക്കുന്ന പരിചയസമ്പത്ത് നൽകാൻ ഒരു വിജയത്തിനും കഴിയുകയില്ലെന്നുമാണ് കിരൺ പറയുന്നത്.
ബിസിനസ്സിലാകട്ടെ ധാർമ്മികത കൈവിടുകയും അരുത്. തികച്ചും നീതിപരമായ ബിസിനസ് നടത്തുന്നത് എളുപ്പമല്ല എന്ന് തോന്നാം. എന്നാൽ ഏറ്റവും സംതൃപ്തി ലഭിക്കുന്നതും അംഗീകാരങ്ങൾ തേടി വരുന്നതും ആ മാർഗത്തിലൂടെയാണ് എന്ന് കിരൺ പറയുന്നു. ഇത്തരം കരുത്തുള്ള സ്ത്രീകൾ ഇനിയുമേറെ മുന്നോട്ട് വരട്ടെ. അത്തരക്കാരെ റോൾ മോഡലാക്കി മറ്റുള്ളവരും മുന്നേറട്ടെ. ഗുഡ് ബൈ.